മലയാളം സർവകലാശാലയുടെ ഭൂമി വിവാദത്തിൽ കെ.ടി. ജലീലിനെതിരെ ആരോപണം ആവർത്തിച്ച് പി.കെ. ഫിറോസ്. വിലനിർണ്ണയം നടത്തി ഭൂമി ഏറ്റെടുത്തത് ഇടത് സർക്കാരാണെന്ന് പി.കെ. ഫിറോസ് ആരോപിച്ചു. എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയത് യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. 2015 ജൂലൈ 9-നാണ് തിരൂരിലെ ചതുപ്പായി കിടന്ന സ്ഥലം തരം മാറ്റുന്നതിനു വേണ്ടി കൃഷിവകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയത്. സ്ഥലത്തെ തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും കണ്ടൽക്കാടുകളും നിലനിർത്തിക്കൊണ്ട് നീരൊഴുക്കിനെ ബാധിക്കാത്ത തരത്തിൽ പരിവർത്തനം നടത്തുന്നതിന് അനുമതി നൽകി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സുബ്രതോ വിശ്വാസ് ഇറക്കിയ ഉത്തരവാണിത്. 2015 സെപ്റ്റംബറിൽ രജിസ്ട്രാർക്ക് ഭൂമി വാങ്ങാൻ യു.ഡി.എഫ് സർക്കാർ അനുമതി കൊടുത്തതിന്റെ ഉത്തരവും റിപ്പോർട്ടറിന് ലഭിച്ചു. 25 കോടിക്കുള്ള ഭരണാനുമതി യു.ഡി.എഫിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയതായാണ് ഉത്തരവ് തെളിയിക്കുന്നത്. എന്നാൽ ഇത് നിഷേധിച്ച പി.കെ. ഫിറോസ് ജലീലിനെതിരെ ആരോപണം ആവർത്തിച്ചു. യു.ഡി.എഫ് സർക്കാർ 17 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിന്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ കാണിക്കും. അതിൽ വെട്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി യു.ഡി.എഫ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഞാൻ ഇത് കേൾക്കുന്ന കെ.ടി. ജലീലിനോട് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികളോട് ചോദിക്കും. വില നിർണ്ണയിച്ചത് യഥാർത്ഥ ഉടമകൾ അറിയാതെയാണെന്നും നയപരമായ തീരുമാനങ്ങളെല്ലാം എടുത്തത് LDF സർക്കാരിന്റെ കാലത്താണെന്നും ഫിറോസ് ആരോപിച്ചു. റിപ്പോർട്ടർ, തിരൂർ.